റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ. മനുഷ്യന് കുറച്ച് സമാധാനം തോ. മ്യൂസിക് ഇഷ്ടമല്ല അല്ലേ? എവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. ഇനിയിപ്പോ തന്റെ ഇറക്കിനിടയ്ക്കൊന്നും വേണ്ട. ഞാനേ ഇപ്പൊ വരാം. ഒരു ചെറിയൊരു കാര്യമുണ്ടേ. എടോ താൻ എന്നെ വീണ്ടും പോസ്റ്റ് ആക്കുവോ? ഇല്ല, വേഗം വരാം. AC ഓൺ ആണോ? യെസ്. അതെ അതെ, ഇത് ആരോട് പാർക്ക് ചെയ്ത്? ആരോട് പാർക്ക് ചെയ്തെന്ന്? ഡ്രൈവറാ? അയാളെന്ത്? അയാള് ബാങ്കിൽ പോയി. അയാളുടെ ഫോൺ നമ്പർ? എനിക്ക് അയാളുടെ ഫോൺ നമ്പർ ഒന്നും അറിയില്ല. അയാളുടെ പേരെന്താണ്? എടോ പേരൊന്നും എനിക്ക് അറിയത്തില്ല. വണ്ടി എടുത്ത് മാറ്റോ? എടോ മാറ്റാന്ന്. പ്ലീസ് മാഡം, അത് ബാങ്കിന്റെ വണ്ടിയാണ്, ഒന്ന് മാറ്റിട്ട് വരും പ്ലീസ്. ഞാനോ? ആ, എനിക്ക് ഈ വണ്ടി മാറ്റിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ വണ്ടി എടുത്ത് പോയേനെ. താൻ കയറി ഇരുന്ന് മാറ്റിക്കോ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഡ്രൈവിംഗ് അറിയാതെയാണോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്? അതിന് ഡ്രൈവിംഗ് അറിയണോ സെക്യൂരിറ്റി ആയാൻ? താൻ പോയി വിളിക്കുക അയാളെ ബാങ്കിനകത്തോട്ട്. മാറ്റാ. ഹലോ, KL 07BQ 1396. KL 07 സാർ, മറ്റേ KL 07BQ 1396. സാറേ, സാറിൻ്റെ ആണോ ഒരു ഹോണ്ട സിറ്റി വണ്ടിയോട് പാർക്ക് ചെയ്തത്? അല്ലല്ലേ? ഹലോ, KL 07 1396. എന്ത് പരിപാടിയാണോ സാറേ, വണ്ടി പറഞ്ഞ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് അവൻ അവിടെ എന്തെടുക്കുമായിരുന്നു? ഞാനവിടെ പോയി ശരിയാക്കടോ. അത് ബാങ്കിലോട്ട് വന്നവനല്ലേ? എടോ പെട്ടെന്ന് മാറ്റിയിടോ, അടുത്ത ബാങ്കിൽ പോകാനുള്ള സമയം ഇല്ല. ആളില്ല. ഞാൻ ആരെങ്കിലും വിളിച്ച് മാറ്റി വിളിക്കാൻ. ഞങ്ങൾക്കടുത്ത ബാങ്കിൽ പോകാനുള്ളതാണ്. മനസ്സിലായി. ഇവന്മാരെന്ത് കഷ്ടമാണ് കാണിക്കണത്? വല്ല മര്യാദ ഉണ്ടോ ഇവന്മാർക്ക്? വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് സാറേ. ഒന്നും പറയണ്ട സാറേ, ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, അവിടെ ഒന്നും പറ്റില്ല. അവൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് പോകണം. എടോ, ഞാൻ അകത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ല അയാള്. എന്ത് കഷ്ടമാണ് നോക്കിയേ. ഒരു മര്യാദ സാർ ആർക്കും ഓക്കെ സാർ. ഞാനെന്ത് ചെയ്യാനാണ്? തന്റെ പേരെന്താ? ഏതാ തന്റെ പേരെന്താന്ന്? പ്രിയദർശൻ. തന്റെ ഫോൺ നമ്പർ കൂടെ പറഞ്ഞേക്ക്. അതെന്തിനാ? എന്നെ ഇനി ഇതുപോലെ വണ്ടിയിലിട്ടിട്ട് പോയ ആരെങ്കിലും വന്ന് പേര് ചോദിച്ചാലേ എനിക്കൊന്ന് പറയണ്ടേ? ഹോമിയോ ഡോക്ടറാണോ? അതെ. മാഡത്തിന്റെ പേരെന്താ? പ്രിസ്കില്ല. എന്താ? പ്രിസ്കില്ല തങ്കം. പ്രിസ്കില്ല തങ്കം. നല്ല പേര്, നല്ല പേര്. രാജേട്ടാ, ഒന്ന് ലെഫ്റ്റ്. അതെ, കൈ കെട്ട്. പ്രിയേട്ടാ, സൂപ്പർ. ഞങ്ങളിവിടെ എത്തി. കുറച്ചിങ്ങോട്ട് നമുക്ക് സെറ്റ് തന്നെ ഉണ്ട്. നിങ്ങൾ വരാതെ മീറ്റിംഗ് നടക്കത്തില്ല, അറിയാലോ. ലേറ്റ് ആവരുതേ പ്ലീസ്. എന്തായി? പുള്ളി സമയത്തിന് എത്തിക്കോളാന്ന് പറഞ്ഞു. ആണല്ലേ? എവിടെ കിട്ടിയാ? കിട്ടി. ഇതാ നമ്പർ കിട്ടിയില്ലേ? നമ്പർ കിട്ടി, തല കിട്ടില്ല. നമ്പർ കിട്ടണം. അപ്പോ രായിട്ടൊന്ന് ഇരിക്കേണ്ടി ആയിരിക്കാം. രാജേട്ടാ, വിളിക്കിരിക്കണ പോലെ ഇരിക്കാത്തൊന്ന് സ്റ്റൈലായിട്ട് ഇരിക്കാവോ? സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഇലുക്കുള്ളി ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. എവിടെ? ഈ പടത്തിന്റെ ക്യാമറ തനിക്ക് ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ലേ? അല്ല, എത്തി. ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് എത്തി. ആ, 1:30 വരില്ലെന്ന് വിചാരിച്ച് ഓപ്പറേഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോറി, ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഓ ഓക്കെ. ഞാനാണെന്ന് പറയണ്ട കേട്ടോ. നോ, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഫണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. കൊച്ചിനെങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ, വി വിൽ ടേക്ക് കെയർ. ഓക്കെ. എന്റെ പൊന്നു സാറേ, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇവിടെ സമരം കാണാൻ വന്നതന്നെ. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മോളിൽ കയറി നിൽക്കുന്നു. അറിഞ്ഞൂടാ.
ഇവൻ മറ്റവനല്ലേ മറ്റേ പ്രിയദർശന്റെ ബന്ധുവല്ലേ പോലീസുകാരെ വിപ്ലവം പഠിപ്പിച്ചോ അപ്പൊ ഞാൻ വണ്ടി നമ്പർ ഒന്ന് പറഞ്ഞു ഒരു വണ്ടി നമ്പർ ഞാൻ പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് അതിന് ഓണർ പ്രിയദർശൻ അവൻ എത്രയും പെട്ടെന്ന് പൊക്കണം അവിടെ എത്തിക്കണം. അപ്പുറത്തോടെ എന്റെ ഞാൻ ഒറ്റയ്ക്ക് വിളിക്കില്ല എന്റെ ഒച്ച കൺട്രോൾ കോളിംഗ് KL7BQ1396. ഈ വണ്ടി ഓടിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്ത് നഗരസഭ കാര്യങ്ങൾക്ക് എത്തിക്കുക. അർജന്റാണ് ഓർ. അമ്മേ എടാ നീ വരുമ്പോണ്ടല്ലോ ഞങ്ങൾക്കൊരു സോപ്പും കൂടി വാങ്ങിട്ട് വരണം കേട്ടോ. അമ്മേ അതൊക്കെ ഇവിടെ ഉണ്ട് അമ്മേ. അച്ഛന് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതാടാ, അതുകൊണ്ട് ആയുർവേദ കഷായ സോപ്പ് തന്നെ വേണം. അമ്മേ നാളെ മതിയോ? ഇന്ന് വേണോ? ഇന്ന് തന്നെ വേണം. അപ്പൊ ശരി. അമ്മേ പുതിയ ഏതെങ്കിലും പരിപാടി കൂടെ ഏറ്റുപിടിച്ചോ? ഇത് കൊള്ളാല്ലേ? അമ്മക്ക് കഷായ സോപ്പ് വേണം ഇന്ന് തന്നെ. 1 മണിക്ക് എയർപോർട്ടിൽ എത്താന്ന് പറഞ്ഞതാ, സമയം ഇതാ നോക്ക് 2 മണിയായി. എയർപോർട്ടിൽ എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഞാനാണ് ഇതിനകത്ത് വന്ന് പെട്ടും പോയി. 1 മണിക്കൂറൊക്കെ നമുക്ക് പിടിച്ചിരുത്താന്നേ. പിടിച്ചിരുത്തേ? സമയം പിടിച്ചിരുത്തുന്ന ആൾ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ എയർപോർട്ടിലേക്കാണ്. അല്ല എയർപോർട്ടിൽ എന്താ കാര്യം? എനിക്ക് എറണാകുളത്ത് ഒരു ആന്റിക് ഷോറൂം ഉണ്ട്. അതിനകത്ത് കുറെ ഐറ്റംസിൽ എന്തോ കസ്റ്റംസ് ക്ലിയറൻസ് പ്രോബ്ലം, അത് ശരിയാക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയെടുത്താളുള്ള പാടെ എനിക്കല്ലേ അറിയൂ. അമ്മയായിട്ട് ഓരോന്ന് തുടങ്ങി വെച്ചതാ, ഇപ്പം എല്ലാം എൻ്റെ തലയിലായി. എനിക്കാണെങ്കിൽ ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ കിട്ടാനുമില്ല. ഉത്തരവാദിത്തത്തോടുകൂടി ഷോപ്പ് നോക്കി നടത്താൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? എന്താ? അല്ല, നല്ല സാലറി കൊടുക്കാം. വിശ്വാസമില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാ. ഞാനിപ്പോ തോളിൽ തലയിലായിട്ട് കൊണ്ടു നടക്കുന്നതന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടുകൂടിയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വേണം. ഇവിടെ 5 മിനിറ്റിനുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്യാം.